നമസ്കാരം. 2025 ജൂൺ 12 ഉച്ചകഴിഞ്ഞ് 1:38 ആ സമയത്ത് അഹമ്മദാബാദ് എയർപോർട്ടിന് സമീപത്തുള്ള BJ മെഡിക്കൽ കോളേജിലെ ഹോസ്റ്റലിന് സമീപത്ത് സെക്യൂരിറ്റി ഗാർഡുകൾ പതിവുപോലെ അവരുടെ ആ ഉച്ചയ്ക്കത്തെ ആക്ടിവിറ്റീസുമായി കണക്റ്റഡ് ആണ്. ധാരാളം കോളേജ് സ്റ്റുഡൻസ് ഭക്ഷണത്തിനായി മെസ്സിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഉച്ചയ്ക്ക് 12 മണി മുതൽ 3 മണി വരെയാണ് അവിടെ മെസ്സ് പ്രവർത്തിക്കുക. മെസ്സിലേക്ക് ആദ്യമെത്തിയ ആളുകൾ ഭക്ഷണം കഴിഞ്ഞ് പുറത്തിറങ്ങുന്നുണ്ട്. പുതിയ ആളുകൾ മെസ്സിലേക്ക് വരികയാണ്. ആ സമയത്താണ് ശരിക്കും കാതടപ്പിക്കുന്ന ഒരു ശബ്ദം ഹോസ്റ്റൽ ബിൽഡിങ്ങിന്റെ ഭാഗത്തുനിന്ന് മുൻഭാഗത്തുണ്ടായിരുന്ന സെക്യൂരിറ്റി ഗാർഡുകൾ കേട്ടത്. ചെവി അടച്ചു പോകുന്ന ശബ്ദം അവർ കേൾക്കുമ്പോൾ സമയം 1 മണി കഴിഞ്ഞ് 38 മിനിറ്റും 35 സെക്കൻഡുമാണ്. എന്താണ് സംഭവിച്ചതെന്ന് അവർക്ക് അങ്ങോട്ട് മനസ്സിലായില്ല. കാതടയ്ക്കുന്ന ശബ്ദം കേട്ട ആ ദിക്കിലേക്ക് എല്ലാ ഭാഗത്തു നിന്നും ആളുകൾ ഓടി ചെല്ലുമ്പോൾ അവർക്ക് ആകെ കാണാൻ കഴിയുന്നത് പുക മാത്രമാണ്. ഹോസ്റ്റൽ ബിൽഡിങ്ങിന്റെ ഒരു ഭാഗം പൂർണ്ണമായും പുകയിൽ അങ്ങനെ കുളിച്ചു നിൽക്കുകയാണ്. ഒന്നും കണ്ടുകൂടാ. ഇതിടയ്ക്ക് കാറ്റ് ശക്തമായി അടിക്കുന്നത് കൊണ്ട് ഇടയ്ക്കിടയ്ക്ക് പുകയ്ക്കിടയിലൂടെ ചില വിഷ്വലുകൾ ആളുകൾ കണ്ടു. ഒരു പ്ലെയിനിന്റെ ചില പാർട്ടുകൾ ഹോസ്റ്റൽ ബിൽഡിങ്ങിലെ മെസ്സിന്റെ ഭാഗത്തായി അവർക്ക് കുറേശ്ശെ വിസിബിളാണ്. എന്താണ് സംഭവിച്ചതെന്നുള്ള ഒരു ചിന്ത ആ നിമിഷത്തിലാണ് അവിടേക്ക് ഓടിയെത്തിയ ആ സെക്യൂരിറ്റി ഗാർഡുകൾക്കും ഹൗസ് സർജൻസിയുടെ ഭാഗമായി വർക്ക് ചെയ്യുന്ന ഡോക്ടേഴ്സിനും ഫസ്റ്റ് ഇയർ MBBS സ്റ്റുഡൻസിനും അതുപോലെ മറ്റു പലർക്കും മനസ്സിലാവുന്നത്. പലരും പല ദിക്കുകളിൽ നിന്നായി അങ്ങോട്ടേക്ക് ഓടി വന്നുകൊണ്ടിരിക്കുകയാണ്. ആ പുക പടർന്നു പിടിച്ചിരിക്കുന്ന ആ മെസ്സിന്റെ ഭാഗത്തേക്ക് ഓടി അടുക്കാൻ ആകാത്ത വിധത്തിൽ അവിടെ തീജ്വാലകൾ ഉയർന്നു തുടങ്ങി. ഇപ്പോൾ സമയം 1 മണി കഴിഞ്ഞ് 58 മിനിറ്റ്. ആ സമയത്ത് അഹമ്മദാബാദ് എയർപോർട്ടിൽ നിന്ന് സെൻട്രൽ സെക്യൂരിറ്റി ഫോഴ്സിന്റെ ഒരു വലിയ ടീം തന്നെ ആ ഹോസ്റ്റൽ ബിൽഡിങ്ങിന്റെ സമീപത്തേക്ക് ഓടിയെത്തി. അനവധി വാഹനങ്ങളിലായി അവരവിടെ എത്തുമ്പോൾ അവർക്ക് മുന്നിലായി ആ ഹോസ്റ്റൽ ബിൽഡിംഗ് നിന്ന് കത്തുകയാണ്. ബിൽഡിങ്ങിന്റെ തൊട്ട് സമീപത്തായി കുട്ടികൾ ക്രിക്കറ്റ് കളിക്കുന്ന ഒരു ഗ്രൗണ്ട് ഉണ്ട്. ആ ഗ്രൗണ്ടിലും തീജ്വാലകൾ കാണാം. ആ ഹോസ്റ്റൽ ബിൽഡിങ്ങിന് അടുത്തേക്ക് ആളുകൾ അടുക്കാതിരിക്കാനായി ആ സെക്യൂരിറ്റി ഫോഴ്സുകാർ പെട്ടെന്ന് ഒരു വലയം തീർക്കുമ്പോഴേക്കും അഗ്നിശമന വിഭാഗവും അവിടേക്ക് എത്തി. അവര് അവിടേക്ക് എത്തുമ്പോൾ തന്നെ ഈ വാർത്ത TV ചാനലുകൾ ബ്രേക്ക് ചെയ്തിരുന്നു. ഏതാനും മിനിറ്റുകൾക്ക് മുമ്പ്, കൃത്യമായി പറഞ്ഞാൽ 1 മണി കഴിഞ്ഞ് 38 മിനിറ്റ് ആയപ്പോൾ എയർ ഇന്ത്യയുടെ ലണ്ടനിലേക്കുള്ള വിമാനം അഹമ്മദാബാദ് എയർപോർട്ടിൽ നിന്ന് ടേക്ക് ഓഫ് ചെയ്യുമ്പോൾ കൺട്രോൾ ടവറിൽ ആ കാഴ്ച അവർ കൃത്യമായി കാണുന്നുണ്ടായിരുന്നു. ടേക്ക് ഓഫ് ചെയ്ത് കൃത്യം 15 സെക്കൻഡ് ആയപ്പോൾ ആ വിമാനം ഏകദേശം 625 അടി മുകളിലേക്ക് ഉയരുകയും ചെയ്തു. ആ നിമിഷത്തിലാണ് മെയ് ഡേ എന്നുള്ള ഒരു മെസ്സേജ് ക്യാപ്റ്റന്റെ ഭാഗത്തുനിന്ന് കോക്പിറ്റിലേക്ക് ലഭിക്കുന്നത്. കോക്പിറ്റിലേക്ക് ആ മെസ്സേജ് ലഭിച്ച ആ നിമിഷത്തിൽ തിരിച്ച് കോക്പിറ്റിൽ നിന്ന് അതിന് റെസ്പോണ്ട് ചെയ്യുമ്പോൾ മറുഭാഗത്ത് ഒരു അനക്കവുമില്ല. CCTV വിഷ്വലിൽ നമ്മൾ കാണുന്നത് ആ നിമിഷം ആ വിമാനം ഒന്ന് സ്റ്റാൻഡ് സ്റ്റില്ലായതിനു ശേഷം പതുക്കെ താഴുന്നതാണ്. 35 സെക്കൻഡ് ആയപ്പോൾ ആ വിമാനം AJ മെഡിക്കൽ കോളേജിന്റെ ഹോസ്റ്റൽ ബിൽഡിങ്ങിൽ ഇടിച്ച് കയറുകയും ചെയ്തു. ഈ വാർത്ത ചിത്രങ്ങളോടൊപ്പം TV ചാനലുകൾ പതുക്കെ പതുക്കെ വന്നു തുടങ്ങിയാണ്. സകല സ്ഥലത്തും ആകെ ഞെട്ടലാണ്. 230 ജീവനക്കാരും 2 പൈലറ്റുമാരും 10 ജീവനക്കാരും ഉൾപ്പെടെ 242 ആളുകളാണ് ആ വിമാനത്തിനകത്തുണ്ടായിരുന്നത്. ആ വിമാനമാണ് ആ ഹോസ്റ്റൽ ബിൽഡിങ്ങിലേക്ക് ഇടിച്ചു കയറിയിരിക്കുന്നത്. ഈ സമയത്ത് ആ BJ മെഡിക്കൽ കോളേജിൽ വർക്ക് ചെയ്യുന്ന ആളുകളുടെ ബന്ധുക്കളും പഠിക്കുന്ന സ്റ്റുഡൻസിന്റെ ബന്ധുക്കളും എന്നുവേണ്ട സകല ആളുകളും വിവരം അറിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. എല്ലാ ചാനലുകളും ഈ വാർത്ത ബ്രേക്ക് ചെയ്തിരിക്കുകയാണ്. സെൻസേഷണൽ ന്യൂസായി അതങ്ങ് മാറിക്കൊണ്ടിരിക്കുകയാണ്. അഗ്നിശമന സേന സ്ഥലത്തെത്തിയപ്പോൾ അവർക്ക് ബിൽഡിങ്ങിന്റെ സമീപത്തേക്ക് അടുക്കാൻ കഴിയാത്ത വിധത്തിൽ ശക്തമായി ആ ബിൽഡിംഗ് നിന്ന് കത്തുകയാണ്. അഗ്നിപർവ്വതമൊക്കെ പൊട്ടുമ്പോൾ 1100 ഡിഗ്രി സെൽഷ്യസ് വരെ ലാവയുടെ ചൂടെത്താറുണ്ട്. അതേ ചൂടിനെ അനുസ്മരിപ്പിക്കുന്ന ചൂടിലാണ് ആ ബിൽഡിംഗ് നിന്ന് കത്തുന്നത്. അടുത്തേക്ക് പോകാൻ ഒരു മാർഗവുമില്ലാത്ത അവസ്ഥ. അഗ്നിശമന വിഭാഗക്കാർ ആ ബിൽഡിങ്ങിനടുത്തേക്ക് പോകാൻ ശ്രമിക്കുമ്പോൾ ആ ബിൽഡിങ് ഹോസ്റ്റൽ ബിൽഡിംഗ് ആണെന്ന് അറിയാവുന്ന ആളുകളൊക്കെ മറ്റ് സ്ഥലങ്ങളിലൂടെയൊക്കെ ആ ബിൽഡിങ്ങിനകത്തേക്ക് ഇരച്ചു കയറി അതിനകത്ത് പരിക്കേറ്റ് കിടക്കുന്ന ആളുകളെയൊക്കെ അതിവേഗം അവിടുന്ന് ഷിഫ്റ്റ് ചെയ്യണം. ഇതിനിടയിലാണ് വിമാനത്തിലെ യാത്രക്കാരിൽ ഒരാൾ ആ ആൾക്കൂട്ടത്തിനിടയിലൂടെ നടന്ന് പുറത്തേക്കെത്തി മുന്നോട്ട് നടക്കുന്നത്. അയാൾ ആളുകളെ പറയുന്നുണ്ട് അയാൾ ഉണ്ടായിരുന്ന വിമാനമാണ് തകർന്നതെന്ന്. ആ സമയത്ത് അവിടേക്ക് ഓടിയെത്തിരുന്ന ലോക്കൽ ചാനലുകളുമായി ബന്ധപ്പെട്ട ആളുകളും
മൊബൈൽ ക്യാമറ കൈവശമുള്ള ആളുകളൊക്കെ അയാളുടെ വിഷ്വൽ എടുക്കുകയും അയാളുടെ ചോദ്യങ്ങൾ ചോദിക്കുകയും ചെയ്യുന്നുണ്ട്. അത് ഇന്ത്യൻ വംശജനായ രമേഷ് കുമാറാണ്. അദ്ദേഹം ഒരു ബ്രിട്ടീഷ് പൗരനാണ്. അദ്ദേഹവും അദ്ദേഹത്തിന്റെ സഹോദരനും അവരുടെ കുടുംബ വീട്ടിൽ വന്നിട്ട് തിരിച്ചു പോകുന്ന യാത്രക്കിടയിലാണ് ഇത് സംഭവിച്ചിരിക്കുന്നത്. അദ്ദേഹത്തെ ഉടൻ തന്നെ BJ മെഡിക്കൽ കോളേജിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. ഒരു ഭാഗത്ത് അതങ്ങനെ നടക്കുമ്പോൾ BJ മെഡിക്കൽ കോളേജിന്റെ ആ പൂമുഖത്ത് ശരിക്കും അമ്പരപ്പിക്കുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. സ്ട്രക്ചറുകളുടെ ഒരു വൻ നിര തന്നെ അവിടെ ഉണ്ട്. ആ ഹോസ്റ്റൽ ബിൽഡിങ്ങുമായി ബന്ധപ്പെട്ട് അനവധി കുട്ടികൾ ആഹാരം കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് വിമാനത്തിന്റെ ഒരു ഭാഗം ആ മെസ് ഹാളിലേക്ക് ഇടിച്ചു കയറുന്നത്. എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചതെന്ന് ആ കുട്ടികൾക്ക് മനസ്സിലായിട്ടില്ല. അവര് പുകയിൽ മൂടപ്പെട്ടു പോയിരുന്നു. അവരെ അവിടെ നിന്ന് സന്നദ്ധ പ്രവർത്തകർ അതിവേഗം ഹോസ്പിറ്റലിലേക്ക് ഷിഫ്റ്റ് ചെയ്യായിരുന്നു. ആംബുലൻസുകളുടെ സൈറനുകൾ ഹോസ്റ്റൽ ബിൽഡിങ്ങിലും അതുപോലെ ഹോസ്പിറ്റലിലും അങ്ങനെ മുഴുകിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാ റോഡിലും നമുക്ക് ആകെ കേൾക്കാൻ കഴിയുന്നത് ആംബുലൻസുകളുടെ സൈറനാണ്. ഈ സമയത്ത് ഒരുപാട് ഹയർ ഒഫീഷ്യൽസ് സ്ഥലത്തേക്ക് എത്തിക്കഴിഞ്ഞു. എല്ലാ മേഖലയിലും ആകെ ഒരു ഞെട്ടലാണ്. എയർ ഇന്ത്യയുടെ ആ ഫ്ലൈറ്റിൽ മുൻ ഗുജറാത്ത് മുഖ്യമന്ത്രി വിജയ് രൂപാണി ഉണ്ടായിരുന്നു എന്നുള്ള വാർത്തയും ഇതിനിടയിൽ ന്യൂസ് ചാനലുകൾ ഫ്ലാഷ് ചെയ്തിട്ടുണ്ട്. ആ വിമാനത്തിൽ യാത്ര ചെയ്തിരുന്ന ആളുകളുടെ ബന്ധുക്കൾ വല്ലാത്ത പരിഭ്രാന്തിയിൽ എയർപോർട്ടിലേക്കും എമർജൻസി നമ്പറിലൊക്കെ മാറി മാറി വിളിക്കുകയാണ്. പലരും ആ അഹമ്മദാബാദിലെ മെഡിക്കൽ കോളേജിലേക്ക് ഓടി എത്തിക്കൊണ്ടിരിക്കുകയാണ്. അവരുടെ ഉറ്റവരെ ഉടയവരെ ഒരു നോക്ക് കാണാനുള്ള ആ ഓട്ടം അഹമ്മദാബാദിനെ തന്നെ പിടിച്ചു കുലിക്കുന്ന ഒരു ട്രാഫിക് ജാമിലേക്ക് നീങ്ങുകയുമാണ്. ശരിക്കും ഒരു ടെൻഷൻ. പോലീസ് പല സ്ഥലത്തും റോഡുകൾ ബ്ലോക്ക് ചെയ്തു. സന്നദ്ധ പ്രവർത്തകർ മാത്രം ആ മേഖലയ്ക്ക് കടത്തിവിട്ടുകൊണ്ടിരിക്കുകയാണ്. ഇതിനിടയിൽ അഗ്നിശമന വിഭാഗക്കാർ ആ തീ അണയ്ക്കാനുള്ള അക്ഷാന്ത പരിശ്രമത്തിലാണ്. എയർ ഇന്ത്യയുടെ തലവൻ ക്യാമ്പലിന്റെ മെസ്സേജും ആ നിമിഷത്തിലാണ് വരുന്നത്. സംഭവിച്ച കാര്യത്തിലുള്ള നടുക്കവും ഞെട്ടലും ആദ്യം രേഖപ്പെടുത്തുന്നത് എയർ ഇന്ത്യയുടെ ആ ചെയർമാനാണ്. ഈ സമയത്ത് തന്നെ കേന്ദ്ര ഏവിയേഷൻ വകുപ്പ് മന്ത്രിയും ഗുജറാത്ത് മുഖ്യമന്ത്രിയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും എന്നിവരുടെ സകലരും ഈ സംഭവത്തിലുള്ള നടുക്കം രേഖപ്പെടുത്തി കഴിഞ്ഞിരിക്കുകയാണ്. എന്താണ് സംഭവിച്ചത് എന്നതിനെക്കുറിച്ച് ആർക്കും ഒരു പിടിയില്ല. ഈ സമയത്ത് അവിടെ ആ BJ മെഡിക്കൽ കോളേജിന്റെ മുന്നിൽ ഒരു ഓട്ടോക്കാരൻ വന്ന് നിൽക്കുകയാണ്. അയാളുടെ പേര് സൂരജ് എന്നാണ്. അയാളുടെ ഭാര്യ അവിടെ BJ മെഡിക്കൽ കോളേജിന്റെ ഹോസ്റ്റലിലെ ഒരു കുക്കാണ്. അവിടുത്തെ ഫസ്റ്റ് ഇയർ മെഡിക്കൽ സ്റ്റുഡൻസിന് ആവശ്യമായ ഭക്ഷണം പാചകം ചെയ്ത് കൊടുക്കലാണ് അവരുടെ ജോലി. പക്ഷെ അവർക്ക് ആവശ്യമുള്ള ഭക്ഷണം എല്ലാ ദിവസവും ഉച്ചയ്ക്ക് അവരുടെ മകനാണ് കൊണ്ടുവരുന്നത്. അവൻ 9ാം ക്ലാസ് സ്റ്റുഡൻ്റ് ആണ്. അന്ന് പതിവ് പോലെ അവൻ അമ്മയ്ക്കുള്ള ഭക്ഷണം കൊണ്ടുവന്നു. ഭക്ഷണം അമ്മയ്ക്ക് കൊണ്ടു കൊടുത്തിട്ട് അവൻ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് അവിടെയുള്ള കട്ടിലിൽ കയറി കിടക്കുക എന്നുള്ളത് അവൻ്റെ ഒരു ശൈലിയാണ്. അവൻ ആ തടിക്കെട്ടിൽ അങ്ങനെ കിടക്കുമ്പോൾ അവൻ്റെ അമ്മ ഏകദേശം ഒരു 7 അടി മാറി ഒരു മേശയുടെ അടുത്തിരുന്ന് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്താണ് ആ വിമാനം ആ ഹോസ്റ്റലിലേക്ക് ഇടിച്ചു കയറുന്നതും തീ ആളിപ്പടരുന്നതും. ആ സ്ത്രീക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയുമ്പോൾ അവരുടെ മകൻ കിടന്ന ആ കട്ടിലുള്ള ഭാഗം പൂർണ്ണമായും തീയിലങ്ങ് വിഴുങ്ങി. ശരിക്കും അവർക്കും മകനുമിടയിൽ തീക്കൊപ്പം പുകയും അങ്ങ് നിറഞ്ഞോടുകൂടി അവര് പുറത്തേക്ക് ഓടുകയായിരുന്നു. അവരുടെ ദേഹത്ത് ആ സമയത്ത് തീ കത്തിപ്പടർന്നിരുന്നു. അവരെ സന്നദ്ധ പ്രവർത്തകർ ഹോസ്പിറ്റലിലേക്ക് ഷിഫ്റ്റ് ചെയ്തിരിക്കുകയാണ്. അവരവിടെ തീവ്ര പരിചരണ വിഭാഗത്തിലാണ്. അതേസമയത്ത് അവരുടെ മകൻ മരണപ്പെട്ടു എന്നുള്ള കാര്യം കൺഫേം ആയിട്ടുണ്ട്. ആ മകന്റെ ബോഡി ഒന്ന് കാണാൻ വേണ്ടി അച്ഛൻ സൂരജ് അയാളുടെ DNA സാമ്പിൾ ഹോസ്പിറ്റലുകാർ ആവശ്യപ്പെട്ട അനുസരിച്ച് ഹാൻഡ് ഓവർ ചെയ്തിട്ട് അവിടെ ആ BJ മെഡിക്കൽ കോളേജിന്റെ വിശാലമായ ആ ഹാളിൽ നിശബ്ദനായി അങ്ങനെ നിൽക്കപ്പോൾ ആ ഹാളിനകത്തുള്ള കാഴ്ച നമ്മളെ പിടിച്ചുലയ്ക്കും. രാജ്യത്തിന്റെയും ലോകത്തിന്റെയും പല ഭാഗങ്ങളിൽ നിന്നായി എത്തിയിരിക്കുന്ന ആളുകളുടെ ഒരു വൻ കൂട്ടമാണ് ആ ഓഡിറ്റോറിയത്തിന് അകത്തുള്ളത്. അവരൊക്കെ വന്നിരിക്കുന്നത് അവരുടെ ബന്ധുവിനെ തിരിച്ചറിയാൻ വേണ്ടിയാണ്. ആ ബന്ധുവിനെ തിരിച്ചറിയാൻ വേണ്ടി അധികാരികൾ ആവശ്യപ്പെട്ട അനുസരിച്ച് അവരെല്ലാവരും അവരുടെ DNA പരിശോധനയ്ക്കായി റെഡിയായി നിൽക്കുകയാണ്. ആ വന്നിരിക്കുന്ന ആളുകളിൽ ഒരുപാട് പേർ ഇന്ത്യക്കാർ തന്നെയാണ്. ഫ്ലൈറ്റിനകത്തുണ്ടായിരുന്ന യാത്രക്കാരിൽ 169 പേർ ഇന്ത്യൻ പൗരന്മാരാണ്. 53 ആളുകൾ ബ്രിട്ടീഷ് പൗരന്മാരാണ്. ബ്രിട്ടീഷ് പൗരന്മാരാണെന്ന് പറയുമ്പോഴും പലരും ഇന്ത്യൻ വംശജരുമാണ്. 7 പേര് പോർട്ടുഗീസുകാരും ഒരാള് കാനഡക്കാരനുമാണ്. ഇതിനു പുറമെ ഹോസ്റ്റലിൽ നിന്ന് മിസ്സായിരിക്കുന്ന ആളുകളുമായി കണക്ട് ചെയ്ത് എത്തിയിരിക്കുന്ന ബന്ധുക്കൾ. ആ ആളുകളെ മുഴുവൻ ഐഡന്റിഫൈ ചെയ്യാൻ അവരെല്ലാവരും DNA പരിശോധനയ്ക്ക് സ്വമേധയാ വില്ലിംഗ് ആയിരിക്കുകയാണ്. ശരിക്കും ഒരു വല്ലാത്തൊരു അന്തരീക്ഷമാണ് ആ ഹാളിനുള്ളിൽ നമ്മൾ കാണുക. എന്നാൽ ഇതേ സമയത്ത് അവിടെ മോർച്ചറിയിൽ സങ്കല്പിക്കാനാവാത്ത രംഗങ്ങളാണ് കാണുന്നത്. ആ മോർച്ചറിക്ക് ഒരു കപ്പാസിറ്റി ഉണ്ട്.
ആ കപ്പാസിറ്റി കടന്നിരിക്കുകയാണ് അതിനകത്തുള്ള ബോഡികളുടെ എണ്ണം. ആ മോർച്ചറിക്കകത്ത് ഉൾക്കൊള്ളിക്കാൻ കഴിയുന്നതിനേക്കാൾ ബോഡി എത്തിയപ്പോൾ അവർ പോസ്റ്റ്മോർട്ടം നടത്തുന്നതിന് വേണ്ടി കൊണ്ടുവരുന്ന ബോഡികൾ വെയിറ്റ് ചെയ്യുന്ന ഒരു സ്ഥലത്തേക്ക് ഡെഡ് ബോഡികൾ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാ ഹോസ്പിറ്റലുകളിലും ഈ പോസ്റ്റ്മോർട്ടം നടത്തുന്ന പ്ലേസിലേക്ക് കടക്കുന്നതിന് മുന്നേ ഒരു ഹാളിൽ നമുക്ക് ബോഡിയുമായി കാത്തു നിൽക്കാൻ പറ്റും. അവിടെയാണ് ഒരുപാട് ടേബിളുകൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ആ ടേബിളുകളിൽ ബോഡികളുണ്ട്. ആ ബോഡികൾ ഡീകമ്പോസ് ചെയ്യാതിരിക്കാൻ വേണ്ടി അടിയന്തരമായി ഒട്ടനവധി AC-കൾ അവിടെ യുദ്ധകാലാടിസ്ഥാനത്തിൽ ഉറപ്പിച്ചിരിക്കുകയാണ്. അതൊക്കെ ഇങ്ങനെ അതിവേഗം നടക്കുകയാണ്. ആ ബോഡികൾ ഡീകമ്പോസ് ചെയ്താൽ വിചാരിക്കുന്ന ശൈലിയിലുള്ള DNA പരിശോധന നടത്താൻ പറ്റാതെ വരും. അതുകൊണ്ട് എന്തെങ്കിലും അവശേഷിക്കുകയാണെങ്കിൽ അത് അവിടെ അങ്ങനെ തന്നെ ഇരിക്കാൻ വേണ്ടിയാണ് അതിവേഗതയിൽ AC സംവിധാനങ്ങൾ ഒരുക്കിയത്. ഈ സംവിധാനങ്ങളുടെ ഭാഗമായിട്ട് ധാരാളം വോളണ്ടിയേഴ്സ് പ്രവർത്തിക്കുന്നുണ്ട്. ഇതേ സമയത്ത് ആ ഹോസ്പിറ്റലിൽ ആ ഏരിയയുടെയും സമീപത്തെ ഏരിയയുടെയും 2 MLA-മാരെ നമുക്ക് അവിടെ കാണാം. അവർ രണ്ടുപേരും 6 മണിക്കൂർ ഡ്യൂട്ടിയുടെ ഭാഗമായി അവിടെ നിൽക്കുകയാണ്. ഇതേ ശൈലിയിൽ വെളുത്ത വസ്ത്രവും കാക്കി ഡ്രസ്സും ധരിച്ച 100 കണക്കിന് RSS വർക്കേഴ്സിനെയും നമുക്ക് ആ ഹോസ്പിറ്റലിന്റെ ചുറ്റും കാണാൻ പറ്റും. ഈ ശൈലിയിൽ തന്നെ മറ്റ് സന്നദ്ധ പ്രവർത്തകരൊക്കെ കാണാം. പോലീസ്, NDRF എന്നുവേണ്ട എല്ലാ ആളുകളും സ്ഥലത്തുണ്ട്. സകലരുടെ ശ്രദ്ധ പരിക്കുപറ്റിയ ആളുകളെ എങ്ങനെയും ജീവിതത്തിലേക്ക് മടക്കിക്കൊണ്ടുവരാൻ വേണ്ടിയാണ്. ഈ സമയത്ത് നടുക്കം വിട്ടുമാറാത്തത് ന്യൂയോർക്കിലെ ബോയിങ് ആസ്ഥാനത്താണ്. അവരുടെ പ്രസ്റ്റീജ് വിമാനമാണ് ബോയിങ് 787-8 എന്ന ഡ്രീം ലൈനർ വിമാനം. 787-8ഉം 787-9 ഇതുവരെ ഒരു തരത്തിലുള്ള അപകടവും വിളിച്ചു വരുത്താത്തതാണ്. ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ആ വിമാനങ്ങളുമായി ബന്ധപ്പെട്ട് പല സ്ഥലത്തും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതിലൊരെണ്ണം ലിഥിയം ബാറ്ററിയുമായി ബന്ധപ്പെട്ടാണ്. അത് സംഭവിക്കുന്നത് 2024-ലാണ്. ലിഥിയം ബാറ്ററി പെട്ടെന്ന് ചൂടാകുന്നു എന്നുള്ള ഒരു കംപ്ലൈന്റ് വന്നപ്പോൾ എല്ലാ ബോയിങ് 787-8 വിമാനങ്ങളെയും 9 വിമാനങ്ങളെയും അന്ന് ഗ്രൗണ്ടിൽ ഇറക്കുകയും അത് മുഴുവൻ ടെസ്റ്റ് ചെയ്യുകയും ചെയ്തതാണ്. ഇതുപോലെ ചില പ്രശ്നങ്ങളൊക്കെ സാധാരണഗതിയിൽ എയർലൈനുകൾക്ക് വരും. പക്ഷെ ഡ്രീം ലൈനർ എല്ലാ തരത്തിലുള്ള സെക്യൂരിറ്റി സംവിധാനങ്ങളും ഉള്ള ഒരു വിമാനം എന്നുള്ള ഒരു പേര് ഉണ്ടാക്കിയിട്ടുണ്ട്. ആദ്യമായിട്ടാണ് ഈ അളവിൽ ഒരു വിമാന ദുരന്തം ആ ഡ്രീം ലൈനറുമായി ബന്ധിപ്പിച്ചുണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ ബോയിങ് ആസ്ഥാനത്തെ നടുക്കം അവരുടെ എല്ലാ പ്രവർത്തകരിലും ദൃശ്യമാണ്. അവരുടെ ഒരു ടീം ഇന്ത്യയിലേക്ക് തിരിച്ചിട്ടുണ്ട്. ഇന്ത്യയിൽ അതേ സമയത്ത് എല്ലാ മേഖലയിലും ആകെ ഞെട്ടലാണ്. ഇപ്പോഴും ആ ഞെട്ടൽ വിട്ടുമാറിയിട്ടില്ല എന്നുള്ള കാര്യം നമുക്ക് ഏവർക്കും അറിയാം. എല്ലാവരും ചോദിക്കുന്നത് ഒരു സിമ്പിൾ ചോദ്യമാണ്: സത്യത്തിൽ എന്താണ് സംഭവിച്ചത്? എല്ലാ സുരക്ഷാ മാനദണ്ഡങ്ങളും പാലിക്കുന്ന വിമാനമാണ് ഡ്രീം ലൈനർ എന്ന് എല്ലാവർക്കും അറിയാം. ആ ഡ്രീം ലൈനർ വിമാനം ദില്ലിയിൽ നിന്ന് അഹമ്മദാബാദിൽ എത്തുന്നത് 11:37 ആയപ്പോഴാണ്. 1:38 ആ വിമാനം അഹമ്മദാബാദിൽ നിന്ന് ടേക്ക് ഓഫ് ചെയ്യുന്നത്. ഇതിനിടെയുള്ള 2 മണിക്കൂറിൽ അഹമ്മദാബാദ് എയർപോർട്ടിലെ എഞ്ചിനീയറിംഗ് വിഭാഗം ആ വിമാനത്തെ സൂക്ഷ്മമായ പരിശോധനയ്ക്ക് വിധേയമാക്കിയതാണ്. അതിന്റെ എല്ലാ സംവിധാനങ്ങളും കുറ്റമറ്റ രീതിയിൽ പ്രവർത്തിക്കുന്നുവെന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷമാണ് അവര് പറക്കാനുള്ള അനുമതി കൊടുത്തത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ആ വിമാനം ടേക്ക് ഓഫ് ചെയ്തത്. വിമാനം ടേക്ക് ഓഫ് ചെയ്ത് 15 സെക്കൻഡ് ആയപ്പോൾ അത് 625 അടി മുകളിലേക്ക് ഉയരുകയും ചെയ്തു. പക്ഷേ ഈ 15 സെക്കൻഡ് അത് വീഡിയോ വിഷ്വലിലൂടെ നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന ചില കാഴ്ചകൾ കാണിച്ചു തരുന്നുണ്ട്. അതിലൊന്ന്, വിമാനത്തിന്റെ ആ വീലുകൾ ഉള്ളിലേക്ക് പൂർണ്ണമായും കയറിയിട്ടില്ല എന്നുള്ളതാണ്. സാധാരണ രീതിയിൽ ടേക്ക് ഓഫ് ചെയ്ത് ഒരു 300 അടി 400 അടിയൊക്കെ ആകുമ്പോൾ വീല് അകത്തേക്ക് വലിച്ചു തുടങ്ങി. അകത്തേക്ക് ആ വീലുകൾ വലിക്കാനുള്ള നിർദ്ദേശം പൈലറ്റും കോ പൈലറ്റും നൽകാത്തതിന് ഒരു കാരണമുണ്ടാകും. ആ കാരണമായിരിക്കണം അവരുടെ ആ മെയ്ഡേ സന്ദേശം സൂചിപ്പിക്കുന്നത്. മെയ്ഡേ സന്ദേശം ശരിക്കും സേവ് അവർ സോൾ എന്ന് പറയുന്ന സന്ദേശമാണ്. ഞങ്ങൾ അപകടത്തിലാണ്, ഞങ്ങളെ രക്ഷിക്കണം എന്നുള്ള സന്ദേശമാണ്. ആ സന്ദേശം കിട്ടിക്കഴിഞ്ഞാൽ എയർപോർട്ടിലാണെങ്കിൽ എല്ലാ സംവിധാനങ്ങളും ഉടൻ ഒരുക്കും. ഫയർ എഞ്ചിൻ ഉൾപ്പെടെയുള്ള എല്ലാ സംവിധാനങ്ങളും എയർപോർട്ടിൽ ഒരുക്കിയിരിക്കും. അതുപോലെ തന്നെ റൺവേ ക്ലിയർ ആക്കി വെക്കുകയും ചെയ്യും. അടിയന്തരമായി ക്ലിയർ ചെയ്യും. മെയ്ഡേ സന്ദേശത്തിന്റെ അർത്ഥം അത് കൈകാര്യം ചെയ്യുന്ന വ്യക്തികൾക്കറിയാം. പക്ഷെ ഇവിടെ ആ സന്ദേശം എയർപോർട്ടിൽ കിട്ടി ആ നിമിഷത്തിൽ അവര് തിരിച്ച് കോണ്ടാക്ട് ചെയ്തപ്പോൾ പൈലറ്റോ കോ പൈലറ്റോ ആൻസർ ചെയ്തില്ല. അത് തികച്ചും അമ്പരപ്പിക്കുന്ന കാര്യമാണ്. ആൻസർ ചെയ്യാൻ പറ്റാത്ത ശൈലിയിൽ അവർക്ക് എന്തു പറ്റി? അതാണ് കാതലായ ചോദ്യം. നമുക്ക് ആ നിമിഷത്തിലെ വിഷ്വൽ ഒരു കാര്യം കൂടി കാണാം. വിമാനം ഏതാണ്ട് നിശ്ചലാവസ്ഥയിൽ എത്തിയിട്ട് പതുക്കെ ഒന്ന് ലെഫ്റ്റിലോട്ട് തിരിയുകയാണ്. നമുക്കറിയാം ആ ലെഫ്റ്റിലോട്ട് തിരിഞ്ഞാൽ നേരെ വരുന്നത് എയർപോർട്ടിലേക്കാണ്. എയർപോർട്ടിലെ റൺവേ ലക്ഷ്യമാക്കി ആ വിമാനം തിരിയാൻ ശ്രമിച്ചപ്പോൾ ആ വിമാനം പതുക്കെ സ്ലോ ഡൗൺ ആവുകയാണ്. അതിവേഗതയിൽ ആ വിമാനം
അവിടെയുള്ള ഹോസ്റ്റൽ ബിൽഡിങ്ങിലേക്ക് ഇടിച്ചു കയറി. ഹോസ്റ്റൽ ബിൽഡിങ്ങിലേക്ക് ഇടിച്ചു കയറുമ്പോൾ വേറൊരു വിഷ്വൽ കൂടി നമുക്ക് കാണാം. സാധാരണ രീതിയിൽ വിമാനം ടേക്ക് ഓഫ് ചെയ്യുന്ന സമയത്ത് അതിന് ചിറകുകളിൽ ഒരു പാനൽ അങ്ങനെ പൊങ്ങി നിൽക്കാറില്ല. ആ പാനൽ താഴ്ന്നു നിൽക്കുക. ഇറങ്ങുന്ന സമയത്താണ് അങ്ങനെ പൊങ്ങി നിൽക്കുന്നത്. അത് ആ കാറ്റ് നിയന്ത്രിച്ച് വിമാനത്തെ ഒന്ന് സ്ലോ ഡൗൺ ചെയ്യാനാണ് ഉപയോഗിക്കുക. വിമാനം ഇറങ്ങാൻ പോകുന്ന സമയത്തുള്ള ആ ശൈലിയിൽ വിമാനത്തിന്റെ ചിറകുകളിലെ ആ ഫ്ലാപ്പുകൾ ഉയർത്തി വെച്ചതിന്റെ അർത്ഥം പലരും ചോദ്യം ചെയ്യുന്നുണ്ട്. വീലുകൾ മുകളിലേക്ക് പൊങ്ങിയിട്ടില്ല, വീലുകൾ താഴ്ന്നു നിൽക്കുകയാണ്, അതേസമയം ഫ്ലാപ്പ് പൊങ്ങിയിരിക്കുകയാണ്. ഇത് രണ്ടും സംഭവിക്കുമ്പോൾ വിമാനം നിശ്ചലമായി പോകുമെന്നുള്ള ഒരു കൺസെപ്റ്റിൽ ചില ആളുകളൊക്കെ അഭിപ്രായങ്ങൾ പറയുകയും ചെയ്തു. ഈ വിമാനം പറന്നു പോകുന്ന സമയത്ത് ആ വിമാനത്തിൽ 1,27,000 ലിറ്റർ ഇന്ധനം ഉണ്ടായിരുന്നു. അതൊരു ഹ്യൂജ് ക്വാണ്ടിറ്റി ഇന്ധനമാണ്. അഹമ്മദാബാദിൽ നിന്ന് ലണ്ടനിലെ ഗാറ്റ്വിക് എയർപോർട്ട് വരെ പോകാനുള്ള ഇന്ധനം അതിനകത്തുണ്ടെന്ന് അർത്ഥം. മുഴുവൻ ഇന്ധനവുമായിട്ടാണ് ആ വിമാനം ടേക്ക് ഓഫ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ അതിന്റെ ഫുൾ കപ്പാസിറ്റിയിൽ അതിനകത്ത് ആളുകളും ഉണ്ടായിരുന്നു. ബിസിനസ് ക്ലാസ്സിലും എക്കണോമിക് ക്ലാസ്സിലുമായിട്ട് 230 ആളുകളും 10 ജീവനക്കാരും 2 പൈലറ്റുമാരും, അങ്ങനെ 242 പേർ. ഇനി പരമാവധി 8 പേരെ കൂടി അതിനകത്ത് ഉൾക്കൊള്ളിക്കത്തുള്ളൂ. എന്ന് പറഞ്ഞാൽ ഫുൾ കപ്പാസിറ്റിയിലാണ് ആ വിമാനം ടേക്ക് ഓഫ് ചെയ്തിരിക്കുന്നത്. ഈ ഫുൾ കപ്പാസിറ്റിയിൽ ടേക്ക് ഓഫ് ചെയ്യാനുള്ള പവർ ആ വിമാനത്തിനുണ്ടോ? ആ വിമാനം ഒരു ഡബിൾ എഞ്ചിൻ വിമാനമാണ്. വിമാനത്തിന്റെ ഓരോ എഞ്ചിനും 67,000 പൗണ്ട് പുള്ളിംഗ് കപ്പാസിറ്റിയുള്ള എഞ്ചിനുകളാണ്. എന്ന് പറഞ്ഞാൽ 40 ടണ്ണിലധികം സാധനം വലിച്ചു പൊക്കാനുള്ള കപ്പാസിറ്റി ആ 2 എഞ്ചിനും കൂടി ചേർന്ന് ഉണ്ടെന്നാണ്. ജനറൽ ഇലക്ട്രിക്കൽസ് ആണ് ആ എഞ്ചിൻ നിർമ്മിച്ചിരിക്കുന്നത്. ഈ ഡ്രീം ലൈനിന്റെ വേറെ എഞ്ചിനുകളൊക്കെ നിർമ്മിക്കുന്നത് റോൾസ് റോയ്സ് ആണ്. ഇവർ രണ്ടുപേരും ആണ് ബോയിങ്ങിന് ആവശ്യമായ എഞ്ചിൻ നിർമ്മിക്കുന്നത്. എന്തായാലും എഞ്ചിൻ നിർമ്മാതാക്കൾ ഉറപ്പു പറഞ്ഞിരിക്കുന്ന ആ കപ്പാസിറ്റി ആ വിമാനത്തിനുണ്ടെന്ന് ഇതിനു മുമ്പുള്ള പറക്കലുകളിൽ നമ്മൾ കണ്ടതാണ്. ഈ ഒരു ഡ്രീം ലൈനർ അല്ല ബോയിങ്ങിനുള്ളത്. ലോകത്തെമ്പാടുമായി ബോയിങ്ങിന്റെ ഒത്തിരിയേറെ വിമാനങ്ങൾ പറക്കുന്നുണ്ട്. പറയുന്ന അതേ കപ്പാസിറ്റി എഞ്ചിൻ ഉണ്ടെന്നുള്ള കാര്യം സത്യവുമാണ്. ഇവിടെ ഈ 2 എഞ്ചിനും ഒരുമിച്ച് സ്റ്റോപ്പായിരിക്കുന്നു എന്നുള്ള കാര്യമാണ് സകലരും ചൂണ്ടിക്കാണിക്കുന്നത്. അങ്ങനെ 2 എഞ്ചിനും ഒരുമിച്ച് സ്റ്റോപ്പാകാനുള്ള സാധ്യത അത് എത്രയാണെന്നുള്ളതാണ് സ്വാഭാവികമായി ഇതുമായി ബന്ധപ്പെട്ട വിദഗ്ധർ ഉന്നയിക്കുന്ന ഒരു ചോദ്യം. അതിന് ആ വിദഗ്ധർ നൽകുന്ന മറുപടി 10 കോടിയിൽ 1 എന്നാണ്. എന്ന് പറഞ്ഞാൽ ആ 2 എഞ്ചിനും ഒരുമിച്ച് നിശ്ചലമാകുന്ന ഒരു സാഹചര്യം ഇതിനു മുമ്പ് ഒരിക്കൽ പോലും ഉണ്ടായിട്ടില്ലെന്നാണ്, ഉണ്ടാകത്തില്ല എന്ന് തന്നെയാണ് സകല വിദഗ്ധരും കരുതുന്നത്. പക്ഷെ ഇവിടെ എല്ലാവർക്കും അറിയാം 2 എഞ്ചിനും നിശ്ചലമായി എന്ന്. ശരിക്കും ആ 2 എഞ്ചിനും എങ്ങനെ നിശ്ചലമായി? ഒരുപാട് തിയറികൾ അതുമായി ബന്ധിപ്പിച്ച് വരുന്നുണ്ട്. നേരത്തെ സൂചിപ്പിച്ച ആ ലിഥിയം ബാറ്ററിയുടെ കുഴപ്പം കൊണ്ട് അകത്ത് തീ കൂടിക്കാണുമോ എന്നതാണ് ഒരു ചോദ്യം. അവിടെയാണ് രക്ഷപ്പെട്ട രമേഷ് കുമാറിന്റെ അനുഭവത്തെ നമ്മൾ നോക്കിക്കാണേണ്ടത്. അദ്ദേഹം വിമാനത്തിലെ 11A എന്നുള്ള സീറ്റിലാണ് ഇരുന്നത്. എക്കണോമിക് ക്ലാസ്സിൽ എമർജൻസി വാതിലിന്റെ തൊട്ടടുത്താണ് ആ 11A. അദ്ദേഹം വിമാനം പൊങ്ങി ഏകദേശം 15 സെക്കൻഡ് ആയപ്പോൾ തന്നെ വിമാനത്തിന്റെ പ്രശ്നം സ്വയം ബോധ്യപ്പെട്ട വ്യക്തിയാണ്. രമേഷിന് മാത്രമല്ല, ആ വിമാനത്തിനകത്തുണ്ടായിരുന്ന മുഴുവൻ ആളുകൾക്കും ആ പ്രശ്നം ബോധ്യപ്പെട്ടിരുന്നു. വിമാനത്തെ വലിച്ച് മുകളിലേക്ക് ഉയർത്താൻ പൈലറ്റുമാർ ശ്രമിക്കുന്നതും അതിന് അവർക്ക് കഴിയാതെ പോകുന്നതുമായ ഒരു അവസ്ഥ രമേഷ് കുമാറിന് ബോധ്യപ്പെട്ട കാര്യമാണ്. വിമാനത്തിൽ യാത്ര ചെയ്യുന്ന നമ്മളെല്ലാവരും അത്തരം സാഹചര്യങ്ങൾ പലപ്പോഴും കണ്ടിട്ടുണ്ട്. ശരിക്കും ടർബുലന്റ് ആയിട്ടുള്ള അവസ്ഥയിൽ വിമാനത്തെ മുകളിലേക്ക് വലിച്ചുയർത്താൻ പൈലറ്റ് ശ്രമിക്കുമ്പോൾ പറ്റാതെ വിമാനം താഴെ ഗട്ടറിലേക്ക് വീഴുന്ന ധാരാളം അവസരങ്ങൾ ഉണ്ടാകാറുണ്ട്. അതുപോലെ ഒരു സാഹചര്യമാണ് വിമാനത്തിൽ ആ 15-ാം സെക്കൻഡിൽ അനുഭവപ്പെട്ടത്. ആ സമയത്ത് ഭയന്നുപോയ രമേഷ് കുമാർ കണ്ണുകൾ ഇറുക്കി അടച്ചിരുന്നു. ഏതാനും സെക്കൻഡ് കഴിഞ്ഞപ്പോൾ വിമാനം ആകെ കുലുങ്ങുന്നതായും കാതടപ്പിക്കുന്ന ശബ്ദം കേട്ടതായും അദ്ദേഹത്തിന് തോന്നി. അദ്ദേഹം ഞെട്ടി കണ്ണു തുറക്കുമ്പോൾ വിമാനത്തിന്റെ പല ഭാഗത്തും തീ പടരുന്നത് കണ്ടു. ആ നിമിഷത്തിൽ ഒരു കാര്യം കൂടി രമേഷ് കുമാറിന് ശരിക്കും ബോധ്യമായിരുന്നു. അയാൾക്ക് ഒന്നും പറ്റിയിട്ടില്ല എന്നുള്ള കാര്യം. സീറ്റ് ബെൽറ്റ് അടിച്ച് മുന്നോട്ട് നീങ്ങിയ രമേഷിന് ഇടത് ഭാഗത്തെ ആ എമർജൻസി ഡോറിന്റെ ഭാഗം തുറന്നു കിടക്കുന്ന കാണാൻ കഴിഞ്ഞതുകൊണ്ട് അദ്ദേഹം ആ ഡോറ് വഴി പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് മുൻപിലും പിൻപിലും നിന്നുള്ള തീ അദ്ദേഹത്തെയും ആക്രമിച്ചു. അദ്ദേഹത്തിന്റെ ഇടത് കൈയിൽ തീ കത്തിയിരുന്നു. അദ്ദേഹത്തിന്റെ കൺമുന്നിൽ വെച്ചാണ് 2 എയർ ഹോസ്റ്റസ്മാർ വെന്തു മരിക്കുന്നത്. അതുപോലെ പ്രായമുള്ള 3-4 ആളുകളെ ഒരുമിച്ച് തീ വിഴുങ്ങുന്നതും രമേഷ് കുമാർ അയാളുടെ കണ്ണുകൾ കൊണ്ട് കണ്ടതാണ്. അദ്ദേഹം താഴേക്ക് ഇറങ്ങി ഓടി മുന്നോട്ട് വരുമ്പോൾ കംപ്ലീറ്റ് പുകയാണ്. ആ പുകയ്ക്കകത്തൂടി പുറത്തേക്ക് വന്നപ്പോൾ ആളുകൾ അവിടേക്ക് ഓടി എത്തിയിരുന്നു. അവർക്കിടയിലൂടെ പുറത്തേക്ക് വന്ന രമേഷ് ആളുകളുടെ സഹായത്തിലൂടെ ഹോസ്പിറ്റലിൽ എത്തിയിരുന്നു. അവിടെ വെച്ചാണ് അദ്ദേഹം ഈ കഥയൊക്കെ ചാനലുകളോടും ദേശീയ ഏജൻസികളോടൊക്കെ പറഞ്ഞത്. ഇവിടെ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കണം. ഒരു സ്ഫോടനം ആ വിമാനത്തിനകത്ത് നടന്നിരുന്നുവെങ്കിൽ രമേഷ് കുമാർ
ഈ കഥ പറയാൻ നമ്മളോടൊപ്പം ഉണ്ടാകുമായിരുന്നില്ല. അപ്പൊ അത് നടന്നിട്ടില്ല. വിമാനത്തിനകത്ത് ഒരു സ്ഫോടനവും നടന്നിട്ടില്ല. വിമാനം എങ്ങനെ തകർന്നു എന്നുള്ള ചോദ്യത്തിന് ഒരുപാട് ഊഹാഹൂഹങ്ങൾ വരുന്നുണ്ട്. അതിലൊന്നാണ് വിമാനത്തിനകത്ത് ചൂട് കൂടിയിട്ട് അത് സ്ഫോടനമായി മാറി എന്നുള്ള ഒരു കഥ. എന്നാൽ അത് അത്ര ശരിയല്ല എന്ന് പറയാൻ വേണ്ടിയാണ് ഞാൻ രമേഷ് കുമാറിന്റെ കഥ പറഞ്ഞത്. പിന്നെയുള്ളത് ആ ഫ്ലാപ്പുകൾ ഉയർന്നിരിക്കുന്നതും അതുപോലെ ആ വീലുകൾ താഴ്ന്നിരിക്കുന്നതുമാണ്. അതൊന്നും തന്നെ വിമാനത്തിന്റെ പ്രവർത്തനത്തെ അത്ര പ്രതികൂലമായി ബാധിക്കാൻ സാധ്യതയില്ല എന്ന് വിദഗ്ധരായ പൈലറ്റുമാരും ഏവിയേഷൻ മേഖലയിലെ എഞ്ചിനീയേഴ്സും ഒക്കെ അവരുടെ അഭിപ്രായങ്ങളായിട്ട് സോഷ്യൽ മാധ്യമങ്ങളിൽ അത് കുറിക്കുന്നുണ്ട്. അങ്ങനെ സംഭവിക്കത്തില്ല. രണ്ട് എഞ്ചിനും ഒരുമിച്ച് തകരാറിലാക്കാൻ കഴിയുന്ന ശൈലിയിൽ ആ വീലുകളോ ആ ഫ്ലാപ്പോ ഒരു കാരണമാകില്ല എന്ന് അവർ പറയുമ്പോൾ പിന്നെ എന്തായിരിക്കാം സംഭവിച്ചിരിക്കുക? പക്ഷെ എല്ലാവരും പറയുന്ന ഒരു സാധ്യത, രണ്ട് എഞ്ചിനും നിലയ്ക്കണമെങ്കിൽ രണ്ട് എഞ്ചിനിലും ഒരേ സമയത്ത് ഫ്യൂവൽ എത്താതിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി കാണുമെന്നാണ്. രണ്ട് എഞ്ചിനിലും ഫ്യൂവൽ എത്താതിരുന്നാലും വിമാനത്തെ കുറച്ചു നേരത്തേക്ക് സ്റ്റേബിൾ ആക്കാനുള്ള ബാറ്ററി സംവിധാനം ഈ ഡ്രീം ലൈനറിനകത്തുണ്ട്. അത് പൈലറ്റിന് വിമാനം ലാൻഡ് ചെയ്യാനുള്ള സമയം കൊടുക്കേണ്ടതാണ്. പക്ഷെ അതും സംഭവിച്ചിട്ടില്ല. ഏകദേശം 15 സെക്കൻഡ് ആയപ്പോൾ ആ രണ്ട് എഞ്ചിനും നിലയ്ക്കുന്നതിന് കാരണമായി രമേഷ് കുമാർ പറഞ്ഞ ഒരു വാചകം നമ്മൾ ആലോചിക്കേണ്ടി വരും. രമേഷ് പറഞ്ഞത് ഏകദേശം ഒരു 15 സെക്കൻഡ് ആകാറായപ്പോൾ എന്തോ ഒരു ശബ്ദം അയാൾ കേട്ടു എന്നാണ്. ആ ഡയലോഗ് എയർപോർട്ടിന് സമീപത്തുള്ള ചില ആളുകൾ ആവർത്തിച്ചിട്ടുമുണ്ട്. എന്തോ ഒരു ശബ്ദം കേട്ടുവെന്ന് അവരും പറയുന്നുണ്ട്. എന്തായിരിക്കാം ആ ശബ്ദം? ആ ശബ്ദവും ഈ തകർന്ന വിമാനം തമ്മിൽ എന്താണ് ബന്ധം? സ്വാഭാവികമായിട്ടും ആ ഒരു അന്വേഷണം നടക്കുകയാണ്. അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അഹമ്മദാബാദ് എയർപോർട്ടിലെ റൺവേ ആണ്. ഈ വിമാനം പറന്ന് പോകുന്ന ആ വിഷ്വൽ നിങ്ങൾ ഒന്നുകൂടി പല ആവർത്തി ഒന്ന് കണ്ടു നോക്കിയാൽ ഒരു കാഴ്ച കാണാം. റൺവേയുടെ ഇരുപുറത്തും പുല്ല് വളർന്നു നിൽക്കുന്ന ഒരു കാഴ്ച. മൺസൂൺ കാലഘട്ടമാണ്. ആ കാലഘട്ടത്തിൽ അവിടെ ആ റൺവേയുടെ പുറത്തുള്ള പുൽത്തകിടിയിൽ വളർന്നു നിൽക്കാൻ പാടുള്ള പുല്ലിന്റെ അളവിന് ഒരു കണക്കുണ്ട്. ആ കണക്കും നമ്മൾ അഹമ്മദാബാദ് എയർപോർട്ടിലെ റൺവേയുടെ പുറത്ത് കാണുന്ന പുല്ലിന്റെ വളർച്ച തമ്മിൽ കണക്കൂട്ടുമ്പോൾ ഒരു പാളിച്ച കാണാം. അവിടെ പുല്ല് ശക്തിയായി വളർന്നു നിൽക്കുകയാണ്. പുല്ല് വളർന്നാൽ ഈ അപകടം സംഭവിക്കുമെന്ന് ചോദിച്ചാൽ അവിടെയാണ് ഈ വിമാനങ്ങളുമായി ബന്ധപ്പെട്ട ഒരു പ്രശ്നം ഉണ്ടാകുന്നത്. പുല്ല് ഇഷ്ടംപോലെ വളരുമ്പോൾ സ്വാഭാവികമായിട്ടും പുൽച്ചാടികൾ പുല്ലുമായി ബന്ധപ്പെട്ടുണ്ടാവും. ഇഷ്ടംപോലെ ചെറിയ ചെറിയ ജീവികൾ ഈ പുല്ലുകളിൽ ഉണ്ടാവും. പുൽച്ചാടികൾ ഉൾപ്പെടെയുള്ള ഇഷ്ടംപോലെ ജീവികൾ വന്നാൽ അത് ആരെ ആകർഷിക്കും എന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം. അത് ഉറപ്പായും പക്ഷികളെ ആകർഷിക്കും. ഇഷ്ടംപോലെ പക്ഷികൾ ആ എയർപോർട്ടിൽ ആ റൺവേയുടെ ഇരുപുറത്തുമായി ആ പുൽച്ചാടികളെയും മറ്റും തിന്നാനായി പറന്നിറങ്ങുന്നത് ഒരു സ്ഥിരം സംവിധാനമാണ്. അങ്ങനെ പറന്നിറങ്ങിയ പക്ഷികളുടെ കൂട്ടത്തിൽ രണ്ടെണ്ണം ഒരേ സമയത്ത് ആ എഞ്ചിനകത്തേക്ക് ആ പക്ഷികൾ ഇടിച്ചു കയറിയാൽ എന്തായിരിക്കാം സംഭവിക്കാൻ സാധ്യതയുള്ളത്? അതല്ലേ ഇവിടെ സംഭവിച്ചത്? അത് ഒരു കാതലായ ചോദ്യമാണ്. രണ്ട് എഞ്ചിനും ഒരേ സമയത്ത് സ്റ്റക്കായിരിക്കുകയാണ്. ആ രണ്ട് എഞ്ചിനുള്ളിലേക്കും പക്ഷി ഇടിച്ചു കയറുകയും ആ പക്ഷി എഞ്ചിനകത്തിട്ട് കറക്കപ്പെടുകയും ചെയ്താൽ എന്ത് സംഭവിക്കും? എഞ്ചിൻ നിന്നുപോകും. നമുക്കറിയാം, പല കറങ്ങുന്ന എഞ്ചിനകത്തും ഒരു പേപ്പറോ ഒരു കല്ലോ അല്ലെങ്കിൽ ഒരു തുണിയോ വീണ പെട്ടെന്ന് നിന്നു പോകുന്നത് കാണാം. മോട്ടറാണ്, ആത്യന്തികമായി കറങ്ങുന്ന സംവിധാനമാണ്. അതങ്ങ് നിന്നുപോയാൽ അതിപ്പോൾ കാറിനകത്താണെങ്കിലും എവിടെയാണെങ്കിലും കറങ്ങുന്ന ഏത് സംവിധാനവും അതിനകത്ത് എന്തെങ്കിലും വന്നു പെട്ടെന്ന് നിന്നുപോകും. രണ്ട് പക്ഷികൾ ഒരേ സമയത്ത് രണ്ട് എഞ്ചിനിലേക്കും ഇടിച്ചു കയറി രണ്ടും കൊല്ലപ്പെടുകയും അതേസമയത്ത് എഞ്ചിൻ സ്റ്റക്കാക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമെന്ന് ചോദിച്ചാൽ നമുക്ക് ആ എഞ്ചിൻ അഴിച്ചു പണിയുമ്പോഴേ അതറിയാൻ പറ്റും അങ്ങനെ ഒരു സംഭവം നടന്നോ ഇല്ലെന്ന്. അത് ഒരു സാധ്യതയാണ്. ഇങ്ങനെ രണ്ടെഞ്ചിനും ഒരേ സമയത്ത് പക്ഷി ആക്രമിക്കുക എന്നൊക്കെ പറയുന്നത് അസംഭവ്യമാണെന്ന് ചോദിച്ചാൽ സംഭവ്യമാണ്. അങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ട്. നമ്മൾ വേറൊരു സാധ്യതയെക്കുറിച്ച് കൂടി ആലോചിക്കണം. അത് വർഷങ്ങൾക്ക് മുമ്പ് പാരീസിൽ നിന്ന് ന്യൂയോർക്കിലേക്ക് പറന്ന ഒരു വിമാനവുമായി ബന്ധിപ്പിച്ച് ഒരു സംഭവം ഉണ്ടായിരുന്നെന്നാണ് ആലോചിക്കേണ്ടത്. അത് കോൺകോർഡ് വിമാനമാണ്. ആ വിമാനം പറന്നുയർന്ന് അല്പം മുകളിലേക്ക് പോയതും ഇതുപോലെ വിമാനം തകർന്ന് താഴെ വീണിരുന്നു. എന്താണ് സംഭവിച്ചെന്നുള്ള അന്വേഷണം തുടർന്ന് നടന്നപ്പോഴാണ് ചില കാര്യങ്ങൾ ബോധ്യമാകുന്നത്. നേരത്തെ അവിടെ നിന്ന് ടേക്ക് ഓഫ് ചെയ്ത ഒരു വിമാനത്തിൽ നിന്ന് ചെറിയൊരു മെറ്റൽ കഷ്ണം ഇളകി താഴേക്ക് വീണിരുന്നു. ആ മെറ്റൽ കഷ്ണം അവിടെ റൺവേയിൽ കിടക്കുമ്പോഴാണ് ഈ കോൺകോർഡ് വിമാനം പാരീസിലെ ആ ചാൾസ് ഡീഗൽ വിമാനത്താവളത്തിലെ റൺവേയിലൂടെ ടേക്ക് ഓഫ് ചെയ്യുന്നത്. കൃത്യം ആ മെറ്റൽ കഷ്ണത്തിൽ ആ ടയർ കയറി കൊണ്ടു. ടയറിനകത്തേക്ക് അത് തുളച്ചു കയറിയതും അത് പിന്നീട് ഉണ്ടാക്കിയത് ആ വിമാനത്തിന്റെ സമ്പൂർണ്ണമായ തകർച്ചയാണ്. അതുപോലെ എന്തെങ്കിലും ഈ റൺവേയിൽ സംഭവിച്ചിട്ടുണ്ടോ എന്നും അറിയേണ്ടിയിരിക്കുന്നു. ചെറിയ ചെറിയ കാര്യങ്ങൾ
അത് പക്ഷേ ഇതുപോലെ വലിയ ദുരന്തങ്ങളിലേക്ക് നയിക്കും. ഇതിനും അപ്പുറത്തേക്ക് ചില കാര്യങ്ങൾ കൂടി നിങ്ങൾ ശ്രദ്ധിക്കണം. എയർപോർട്ടിന്റെ സമീപത്ത് സംഭവിക്കാൻ പാടില്ലാത്ത ഒരു കാര്യം ഈ പക്ഷികളുടെ സാന്നിധ്യമാണെന്ന് നമ്മളൊക്കെ പറയും. അങ്ങനെ ഇഷ്ടംപോലെ പക്ഷികൾ ഉള്ളിടത്ത് അപകട സാധ്യതയും കൂടും. പക്ഷെ അതിനേക്കാൾ ഏറെ നിങ്ങൾ ഏവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ആ BJ മെഡിക്കൽ കോളേജിലെ ഹോസ്റ്റൽ ബിൽഡിംഗ് ആണ്. ആ ബിൽഡിങ്ങിന് 5 നിലയിലധികം പൊക്കമുണ്ട്. അതിന് 70 അടി പൊക്കമുണ്ട്. എയർപോർട്ടിലെ ടേക്ക് ഓഫ് നടക്കുന്ന അതേ റൺവേയുടെ നേരെ 70 അടി പൊക്കത്തിൽ ഒരു ബിൽഡിംഗ് നിർമ്മിക്കാൻ അനുവദിച്ചെടുത്ത് ശരിക്കും ഈ ഒരു ദുരന്തം മുൻകൂട്ടി കണ്ടിരുന്നില്ലേ എന്നതാണ് നമ്മൾ ആലോചിക്കേണ്ടത്. ആ അഹമ്മദാബാദ് എയർപോർട്ടിലെ റൺവേയിൽ നിന്ന് ടേക്ക് ഓഫ് ചെയ്യുന്ന ആ റൂട്ടിൽ 70 അടിയിലേറെ പൊക്കമുള്ള ഒരു ബിൽഡിംഗ് നിർമ്മിക്കാൻ അനുവദിച്ച അധികാരികൾ അല്ലേ യഥാർത്ഥത്തിൽ ഈ ദുരന്തത്തിന്റെ കാരണക്കാർ? ഒരു കാരണവശാലും ആ പൊക്കത്തിൽ ഒരു ബിൽഡിംഗ് അവിടെ അനുവദിക്കാൻ പാടുള്ളതേ അല്ല. എന്തെങ്കിലും കാരണവശാൽ വിമാനം പെട്ടെന്ന് ഇറക്കണമെന്ന് ഒരു സാഹചര്യം ഉണ്ടായാൽ ആ വിമാനം ഇറക്കേണ്ട റൂട്ടിലാണ് ശരിക്കും ആ ബിൽഡിംഗ് നിന്നിരുന്നത്. അതുകൊണ്ടാണ് ആ വിമാനം ആ ബിൽഡിങ്ങിൽ ഇടിച്ചു കയറിയത്. അവിടെ അങ്ങനെ ഒരു ബിൽഡിംഗ് ഉണ്ടായിരുന്നില്ലെങ്കിൽ ഉറപ്പായും താഴ്ന്നിരിക്കുന്ന ആ ടയറുകളുടെ സഹായത്തോടു കൂടി റൺവേയിൽ വിമാനം അടിയന്തരമായി ലാൻഡ് ചെയ്യുമായിരുന്നു. ഈ പറഞ്ഞ ദുരന്തം വൻതോതിൽ കുറയുമായിരുന്നു. ആ ബിൽഡിംഗ് അതാണ് യഥാർത്ഥത്തിൽ ദുരന്തത്തിന്റെ ആഘാതം കൂട്ടിയത്. അതിന് അനുവദിച്ച ആളുകൾ ശരിക്കും ഈ 300ഓളം ആളുകളുടെ ജീവന്റെ വിലയ്ക്ക് ഉത്തരവാദികളല്ലേ? ഇതിനും അപ്പുറത്തേക്ക് ഒരു കാര്യം കൂടി നിങ്ങൾ ശ്രദ്ധിക്കണം. 8000 ചില്ലാനം മണിക്കൂർ പറന്ന ആ പൈലറ്റിനെ നമ്മൾ വിളിക്കുക ഒരു ട്രെയിനർ പൈലറ്റ് എന്നാണ്. ട്രെയിനർ പൈലറ്റ് പറത്തുന്ന വിമാനത്തിൽ കൂടെയുള്ള ആളെ നമ്മൾ അപ്പോൾ വിളിക്കുക എന്താണ്? ട്രെയിനി എന്നാണ്. അയാൾ 1100 മണിക്കൂർ പറന്ന പൈലറ്റ് തന്നെയാണ്, പക്ഷെ അയാൾ ഒരു ട്രെയിനി പൈലറ്റാണ്. ഇവിടുത്തെ പ്രധാനപ്പെട്ട ചോദ്യം ആരായിരുന്നു വിമാനം ടേക്ക് ഓഫ് ചെയ്തെന്നുള്ളതാണ്. പൈലറ്റാണോ കോ പൈലറ്റാണോ? കോ പൈലറ്റ് വിമാനം ടേക്ക് ഓഫ് ചെയ്തിരിക്കാനുള്ള സർവ്വ സാധ്യതയും ഇവിടെയുണ്ട്. അദ്ദേഹം ടേക്ക് ഓഫ് ചെയ്ത സമയത്ത് വിമാനത്തിൽ ആ 15 സെക്കൻഡിൽ പക്ഷി ഇടിച്ചിരിക്കാനുള്ള സാധ്യതയുമുണ്ട്. ആ നിമിഷത്തിലായിരിക്കും പൈലറ്റ് നിയന്ത്രണം ഏറ്റെടുക്കാൻ ശ്രമിച്ചത്. പക്ഷേ അദ്ദേഹത്തിന് എന്തെങ്കിലും ചെയ്യാൻ കഴിയും മുമ്പ് രണ്ടാമത്തെ എഞ്ചിനും സ്റ്റക്കായി കാണും. അവിടെ ആ വിമാനത്തിന്റെ ജാതകം അവസാനിക്കുകയായിരുന്നു. ശരിക്കും നമ്മൾ അനവധി തവണ ആവർത്തിച്ച് ഉറക്കെ ചോദിക്കേണ്ട ഒരു ചോദ്യം ഇവിടെ ഉയരുകയാണ്. 240ഓളം ആളുകളുമായി പറക്കുന്ന ഒരു വിമാനത്തിലാണോ പരിശീലനം നടത്തേണ്ടത്? നമ്മൾ ആ ചോദ്യത്തിന്റെ ഉത്തരം കൃത്യമായി കണ്ടുപിടിക്കണം. ഈ വലിയ കൊമേഴ്സ്യൽ വിമാനങ്ങളുടെ പൈലറ്റുമാർ യഥാർത്ഥത്തിൽ കോ പൈലറ്റുകളെ പരിശീലിപ്പിക്കാനായി ഈ ഇത്രയും ആളുകളെയും കൊണ്ട് പറക്കുന്ന വിമാനത്തെ അനുവദിക്കാൻ പാടുണ്ടോ? നമുക്ക് അവർക്ക് ട്രെയിനിങ് കൊടുക്കാം. എപ്പോ? ടേക്ക് ഓഫ് സമയത്തും ലാൻഡിംഗ് സമയത്തും അല്ലല്ലോ. ശരിക്കും അവർക്ക് പരിശീലനം കൊടുക്കാം, അത് കുറെ കൂടിക്ക് മുകളിൽ പറഞ്ഞതിന് ശേഷം. പക്ഷേ നിർഭാഗ്യവശാൽ പലപ്പോഴും ഇങ്ങനെയൊക്കെയാണ് സംഭവിക്കുന്നത്. അതുകൊണ്ടാണ് ഇതുപോലുള്ള ദുരന്തങ്ങൾ ഉണ്ടാകുന്നത്. പക്ഷെ ഇതൊക്കെ ശരിയാണോ അല്ലയോ എന്ന് അറിയണമെങ്കിൽ നമുക്ക് റെക്കോർഡുകൾ വേണം. നമുക്ക് ആ വിമാനത്തിന്റെ ബ്ലാക്ക് ബോക്സ് നിങ്ങൾക്കറിയാം, ഓറിജിനത്തിലിരിക്കുന്ന അത് അന്വേഷണ ഉദ്യോഗസ്ഥർ കളക്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ കോക്പിറ്റ് വോയിസ് റെക്കോർഡറും കോക്പിറ്റിനകത്ത് നടക്കുന്ന എല്ലാ സംഭാഷണങ്ങളും എന്തിനേറെ പറയുന്നു എഞ്ചിന്റെ മുരൾച്ച വരെ കൃത്യമായി റെക്കോർഡ് ചെയ്യുന്ന ആ സംവിധാനത്തിൽ നിന്ന് കുറേയേറെ കാര്യങ്ങൾ കിട്ടും. അതിപ്പോൾ കിട്ടിയിട്ടുണ്ട്. ഇവയൊക്കെ ശാസ്ത്രീയമായി അനലൈസ് ചെയ്യുമ്പോൾ യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചത് എന്നതിനെ കുറിച്ചുള്ള ഒരു ധാരണ കിട്ടും. ഒരുപാട് പോസിബിലിറ്റീസ് ഉണ്ട്. ആ പോസിബിലിറ്റീസ് പലരും പല ശൈലിയില അവലോകനം നടത്തുന്നത്. എന്തായാലും സംഭവിക്കാൻ പാടില്ലാത്ത കാര്യങ്ങളുടെ ഒരു അനുസ്യൂതമായ തുടർച്ചയാണ് സംഭവിച്ചിരിക്കുന്നത്. ആ എയർപോർട്ടിലെ പുല്ല് വെട്ടുന്നിടത്തുനിന്ന് പാളിച്ച ആരംഭിച്ചിരിക്കുകയാണ്. അതിനുശേഷം നമ്മൾ നോക്കുമ്പോൾ ആ ഹോസ്റ്റൽ ബിൽഡിംഗ് അതും ഒരു പാളിച്ചയാണ്. അതുപോലെ തന്നെയാണ് ട്രെയിനിങ്ങിന് ഈ വിമാനം ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അത് ഉണ്ടാക്കിയിരിക്കുന്ന തകരാറ്. 4ാമത്തെ കേസ്, ഈ വിമാനം എഞ്ചിനീയറിംഗ് ക്ലിയറൻസ് കൊടുത്ത ആളുകൾ ശരിക്കും ഈ വിമാനത്തിന് തകരാറില്ല എന്ന് ഉറപ്പാക്കിയിട്ടാണോ കൊടുത്തു എന്നുള്ള കാര്യം നമ്മൾ ഇനിയും പഠിക്കേണ്ടിയിരിക്കുന്നു. ദില്ലിയിൽ നിന്ന് അഹമ്മദാബാദിലെത്തിയ ആ വിമാനത്തിനെ 2 മണിക്കൂർ കൊണ്ട് എല്ലാ ശൈലിയിലുള്ള ടെസ്റ്റിന് വിധേയമാക്കി അത് പറക്കാൻ അനുയോജ്യമാണെന്ന് ഉറപ്പാക്കിയിട്ടാണ് ക്ലിയറൻസ് കൊടുത്തതെന്നാണ് അവിടുത്തെ എഞ്ചിനീയറിംഗ് വിഭാഗം ഇപ്പോഴും പറയുന്നത്. ആ എഞ്ചിനീയറിംഗ് വിഭാഗത്തിലെ ഉദ്യോഗസ്ഥർ അങ്ങനെ പറയുമ്പോൾ ഇതേ വിമാനത്തിൽ യാത്ര ചെയ്തിരുന്ന ആകാശ് എന്ന വ്യക്തി ദില്ലിയിൽ നിന്ന് അഹമ്മദാബാദ് വരെ അദ്ദേഹം നടത്തിയ യാത്രയെക്കുറിച്ച് ചില വിഷ്വലുകൾ ശേഖരിക്കുകയും എക്സിൽ പോസ്റ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ആ വിമാനത്തിൽ പലതും നേരെ ചൊവ്വേ വർക്ക് ചെയ്യുന്നില്ല എന്ന് അദ്ദേഹം എടുത്ത ആ വിഷ്വലുകൾ വ്യക്തമാക്കുകയാണ്. എഞ്ചിനീയറിംഗ് വിഭാഗം വിമാനത്തിന്റെ എഞ്ചിനും അതുമായി അനുബന്ധമായ സംവിധാനങ്ങളും വർക്ക് ചെയ്യുന്നു എന്നത് മാത്രമേ നോക്കുന്നുള്ളൂ, വിമാനത്തിന്റെ പൊതുവായ വർക്കിംഗ് നോക്കുന്നില്ലേ എന്നൊരു ചോദ്യം അവിടെയുണ്ട്. അദ്ദേഹം കാണിച്ചിരിക്കുന്ന വീഡിയോയിൽ വർക്ക് ചെയ്യാത്തതായി കാണിക്കുന്നത് ശരിക്കും കോൺടാക്ട് ചെയ്തുള്ള സംവിധാനങ്ങളും സ്ക്രീൻ ഉൾപ്പെടെ പല കാര്യങ്ങളുമാണ്. അതൊന്നും ചെറിയ സംഭവങ്ങളല്ല. വിമാനത്തിൽ
ഓരോ ചെറിയ കാര്യങ്ങൾക്കും അതിൻ്റെതായ പ്രാധാന്യമുണ്ട്. ഒരു പാളിച്ചയ്ക്ക് നമ്മൾ കണ്ണടയ്ക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ആ പാളിച്ചയുടെ എൻഡ് ഇതുപോലുള്ള ദുരന്തമായിരിക്കും. എല്ലാവരും കൂടി കുറേശ്ശെ കണ്ണടച്ച് വിലപ്പെട്ട 300ഓളം ജീവനുകൾ ഇല്ലാതാക്കിയതാണോ എന്ന ചോദ്യം ഉന്നയിക്കപ്പെടുക തന്നെ വേണം. ആ ചോദ്യങ്ങൾക്ക് അവരെല്ലാം ആൻസറബിളുമാണ്. മനുഷ്യരുടെ ജീവൻ വെച്ചല്ലല്ലോ ആളുകൾ കളിക്കേണ്ടത്. ഈ കളിയെക്കുറിച്ച് പറയുമ്പോഴാണ് മരിച്ചുപോയ രഞ്ജിത എന്ന പത്തനംതിട്ടക്കാരിയെക്കുറിച്ച് കാസർഗോഡുകാരൻ ഒരാള് അയാളുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളിൽ വളരെ മോശമായിട്ടൊക്കെ കമന്റ് ചെയ്തത്. മനുഷ്യന്മാരുടെ ഒരു സ്റ്റൈൽ ഇതൊക്കെയാണ്. എന്ത് വൃത്തികേടും വിളിച്ചു പറയാനായി മാധ്യമങ്ങളെ ഉപയോഗിക്കും. അതും അനുവദനീയമായ ഒരു കാര്യമല്ല. അങ്ങനെ അനുവദനീയമായ കാര്യമല്ല എന്ന് പറയുമ്പോഴും ഒരു സ്ത്രീയുടെ ഭാഗ്യത്തെക്കുറിച്ച് അവർ പറഞ്ഞ വാചകം ഇപ്പോൾ ഒരുപാട് വാർത്തയായി മാറിയിട്ടുണ്ട്. അവർ ഇതേ പ്ലെയിനിൽ യാത്ര ചെയ്യാനായി അഹമ്മദാബാദ് എയർപോർട്ടിൽ എത്തിയതാണ്. ആ സമയത്ത് എയർപോർട്ടിൽ ആ വിമാനം ഉണ്ട്. പക്ഷേ വിമാനത്താവളത്തിനകത്തേക്ക് കിടന്ന അവർക്ക് ടിക്കറ്റ് ഇഷ്യൂ ചെയ്യാൻ കൗണ്ടറിൽ ഇരിക്കുന്ന ആളുകൾ വിസമ്മതിച്ചു. വിമാനത്തിൽ ഇനി ഒരു കാരണവശാലും ആളെ കയറ്റാൻ പറ്റില്ലെന്നും മാത്രമല്ല ഒരാൾക്ക് വേണ്ടി വിമാനം അങ്ങനെ പിടിച്ചിടാൻ പറ്റില്ലെന്നൊക്കെ ആ കൗണ്ടറിൽ ഇരിക്കുന്ന കുട്ടികൾ ഉറപ്പിച്ച് ആ ലേഡിയോട് പറഞ്ഞപ്പോൾ അവർ ശരിക്കും ദേഷ്യപ്പെട്ടിട്ടാണ് അവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയത്. അവർക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ഒരു യാത്രയാണ് മിസ്സായത്. പക്ഷേ അവര് വീട്ടിലേക്ക് അങ്ങനെ യാത്ര ചെയ്യുമ്പോൾ അവർ ആ വാർത്ത കേട്ടു, ആ വിമാനം തകർന്ന വാർത്ത. അവരുടെ ഭാഗ്യം അവരുടെ ജീവൻ രക്ഷിച്ചെന്ന് പറഞ്ഞാൽ മതിയല്ലോ. ഇപ്പോഴും ശരിക്കും ആ മെഡിക്കൽ കോളേജിനകത്തുള്ള മോർച്ചറിയിലുള്ള ബോഡികൾ ആരുടേതൊക്കെയാണെന്ന് തിരിച്ചറിയാൻ കൃത്യമായി കഴിഞ്ഞിട്ടില്ല എന്നതാണ് സത്യം. പല ബോഡികളും തിരിച്ചറിയാൻ കഴിയാത്ത ശരിയിൽ വെന്ത് വെണ്ണീറായിരിക്കുകയാണ്. ഗുരുതരമായി പരിക്കേറ്റിരിക്കുന്ന ധാരാളം ആളുകൾ ഹോസ്പിറ്റൽ എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ ഇപ്പോഴും ഉണ്ട്. ആകെ സങ്കടം മൂടി നിൽക്കുന്ന ഒരവസ്ഥയാണ്. എന്നാലും ഇതെങ്ങനെ സംഭവിച്ചു, എന്തുകൊണ്ട് സംഭവിച്ചു എന്നത് അറിയണമെങ്കിൽ സമഗ്രമായ ഒരു അന്വേഷണം അനിവാര്യമാണ്. നമുക്ക് മാത്രമല്ല, ബോയിങ് വിമാനം ഉപയോഗിക്കുന്ന ലോകത്തെമ്പാടുമുള്ള എയർലൈനുകൾക്കും ആ വിവരം അറിയണം. അവരൊക്കെ ഈ ഡ്രീം ലൈനർ ഉപയോഗിക്കുന്നവരാണ്. എഞ്ചിന് ഇങ്ങനെ സ്റ്റക്കാകുന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ 10 കോടിയിൽ ഒന്നെന്നൊക്കെ പറയുന്ന സാഹചര്യത്തിലാണ്. അങ്ങനെ ഒരു സ്ഥലത്ത് സംഭവിച്ചെങ്കിൽ ഇനി വേറെ സ്ഥലത്തും സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്. ഈ വിമാനത്തെക്കുറിച്ച് പറയുമ്പോൾ നേരത്തെ ഒരു തവണ ഈ വിമാനം കൺട്രോൾ ചെയ്യുന്ന ബോയിങ് കമ്പനി ഒരു എയർലൈനെ വിളിച്ച് ഒരു കാര്യം പറഞ്ഞിരുന്നു. വിമാനം നിങ്ങൾ ഉടൻ തന്നെ ഗ്രൗണ്ട് ചെയ്യണമെന്നാണ് അവർ ആവശ്യപ്പെട്ടത്. നിങ്ങളുടെ വിമാനത്തിൽ ഒരു തകരാറുണ്ടെന്ന് US-ലുള്ള ബോയിങ് കമ്പനി എന്ന് എയർലൈൻ കമ്പനിയെ അറിയിക്കുകയായിരുന്നു. അവർ പക്ഷേ സമ്മതിച്ചില്ല. അതെങ്ങനെ ശരിയാവും, ഞങ്ങൾ നോക്കിയിട്ട് ഒരു പ്രശ്നമില്ലാന്ന് അവർ പറഞ്ഞപ്പോൾ ആ ബോയിങ് കമ്പനി ഉദ്യോഗസ്ഥർ എയർലൈൻകാരോട് പറഞ്ഞത് അരമണിക്കൂർ കഴിയുമ്പോൾ നിങ്ങളുടെ വിമാനത്തിൽ പ്രശ്നം ഉണ്ടാകുമെന്നാണ്. പറഞ്ഞതുപോലെ അവര് വിമാനം ഗ്രൗണ്ട് ചെയ്തു. അതിനുശേഷം വെരിഫൈ ചെയ്തപ്പോൾ ആ പ്രശ്നം കണ്ടെത്തുകയും ചെയ്തു. ഇവിടെ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കണം. അങ്ങ് അകലെ US-ലെ ബോയിങ് ആസ്ഥാനത്തിരിക്കുന്ന ടെക്നിക്കൽ വിദഗ്ധർക്ക് ലോകത്തെമ്പാടുമായി പറക്കുന്ന അവരുടെ വിമാനങ്ങളെ നിരീക്ഷിക്കാനും അതിന്റെ പ്രശ്നം ഐഡന്റിഫൈ ചെയ്യാനും കഴിയുന്നുണ്ട്. എന്നിട്ടും ഈ ദുരന്തം സംഭവിച്ചിരിക്കുകയാണ് എന്ന് പറഞ്ഞാൽ നമ്മുടെയൊക്കെ നിയന്ത്രണങ്ങൾക്ക് അപ്പുറത്ത് എന്തോ ഇവിടെ സംഭവിച്ചു എന്നാണ്. ആളുകൾ അട്ടിമറി സാധ്യതകളെ കുറിച്ചൊക്കെ സൂചിപ്പിക്കുന്നുണ്ട്. പക്ഷെ അതിനേക്കുള്ള സാധ്യതകൾ വളരെ പരിമിതമാണെന്നാണ് ഇത്രയും സമയത്തെ വിവരശേഖരണം കൊണ്ട് എനിക്കും എന്നോടൊപ്പമുള്ള ആളുകൾക്കൊക്കെ മനസ്സിലാകുന്നത്. എന്തായാലും വരും ദിവസങ്ങളിൽ കൂടുതൽ വിവരങ്ങൾ കിട്ടുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഈ വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഇതിനു മുമ്പ് സമാന സ്വഭാവത്തിൽ നമ്മുടെ കരിപ്പൂരിൽ ഒരു വിമാനം ലാൻഡ് ചെയ്തതിൻ്റെ ദുരന്തഫലം നമ്മൾ ഏവരും കണ്ടതാണ്. അതുമായി ബന്ധിപ്പിച്ച് വിശദമായ ഒരു വീഡിയോ ഞാൻ നേരത്തെ ചെയ്തിട്ടുണ്ട്. അത് ലിങ്ക് ചെയ്തിട്ടുണ്ട്. അതും കൂടെ ഒന്ന് കണ്ടു നോക്കുക. ഈ കാര്യങ്ങളൊക്കെ നിങ്ങളോട് സംസാരിച്ചത് ലൈഫിൽ നിന്ന് BS ചന്ദ്രമോഹൻ. കമന്റിൽ ചെയ്യുക. താങ്ക് യു.